കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 2015, 2016, 2017 എന്നീ വർഷങ്ങളിൽ BBA വിദ്യാർത്ഥികൾക്ക് ഇൻകം ടാക്സ് ക്വസ്റ്റ്യൻ പേപ്പറിൽ പാർട്ട് എയിൽ ചോദിച്ചിട്ടുള്ള ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിനെ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. 2015 കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BBA വിദ്യാർത്ഥികൾക്ക് ഇൻകം ടാക്സ് ക്വസ്റ്റ്യൻ പേപ്പറിൽ പാർട്ട് എയിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ, ദി ഡെഫിനിഷൻ ഓഫ് ഇൻകം ഈസ് ഡാഷ്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, ദറ്റ് ഈസ് ഇൻക്ലൂസീവ് ആണ്. ദെൻ സെക്കൻഡ് വൺ, അഗ്രികൾച്ചറൽ ഇൻകം ഇൻ പാകിസ്ഥാൻ ഈസ് അക്സസിബിൾ ഫോർ ഡാഷ്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, റെസിഡൻറ്റ്. ദെൻ തേർഡ് വൺ, ഇൻ വിച്ച് സെക്ഷൻ ഓഫ് IT ആക്ട് എക്സംപ്റ്റഡ് ഇൻകംസ് ഹാവ് ബീൻ മെൻഷൻഡ്. ഓക്കെ, IT ഇൻകം ടാക്സ് ആക്ടിൻ്റെ ഈ എക്സംപ്റ്റഡ് ഇൻകം വരുന്നത് ഏത് സെക്ഷനിലാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആൻസർ എന്താണ്? എ ആണ്, സെക്ഷൻ 10. ദെൻ സ്റ്റേറ്റ് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇൻകംസ് ആർ എക്സംപ്റ്റഡ്. ഡിയർനെസ് അലവൻസ്, മെഡിക്കൽ അലവൻസ്, സിറ്റി കോമ്പൻസേറ്ററി അലവൻസ്. ആൻസർ വരുന്നത് ഡി ആണ്, ഫോറിൻ അലവൻസ്. ദെൻ അഞ്ചാമത്തത്, സ്കോളർഷിപ്പ് റിസീവ്ഡ് ബൈ എ സ്റ്റുഡൻറ്റ് ഈസ് ഡാഷ് നോട്ട് ടാക്സബിൾ എന്നുള്ളതാണ് ആൻസർ. ദെൻ നെക്സ്റ്റ് ആറാമത്തത്, ടാക്സ് പെയ്ഡ് ഓൺ ഹൗസ് ടു മുനിസിപ്പാലിറ്റി ഈസ് കോൾഡ് ഡാഷ്. ഓക്കെ, അതിന് പറയുന്ന പേരാണെന്ത്? മുനിസിപ്പൽ ടാക്സ്. ദെൻ നെക്സ്റ്റ് സെവൻത് വൺ, എക്സ്ചേഞ്ച് ഓഫ് ക്യാപിറ്റൽ അസറ്റ് ഈസ് ഡീംഡ് ടു ബി ഡാഷ്. ക്യാപിറ്റൽ അസറ്റ് നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുന്നതിന് പറയുന്ന പേരാണെന്ത്? ട്രാൻസ്ഫർ. ദെൻ നെക്സ്റ്റ് ആൻസർ ട്രാൻസ്ഫർ എന്നാണ്. ദെൻ നെക്സ്റ്റ് എട്ടാമത്തത്, സ്പെക്കുലേറ്റീവ് ലോസ് ക്യാൻ ബി സെറ്റ് ഓഫ് ഫ്രം ഡാഷ് സ്പെക്കുലേറ്റീവ് പ്രോഫിറ്റ്. ഓക്കെ, അതാണ് കറക്റ്റ് ആൻസർ. ദെൻ വാട്ട് ഈസ് ദി എക്സംഷൻ ലിമിറ്റ് ഫോർ മെൻ ഫോർ ദി അസസ്മെൻറ്റ് ഇയർ 2018-19? എന്താണ് എക്സംഷൻ ലിമിറ്റ്? എത്രയാണ്? 2,50,000 ആണ്. അതിന് മുകളിൽ പോകുമ്പോൾ എന്താവും? ടാക്സ് ഉണ്ടാവും. ദെൻ നെക്സ്റ്റ്, വാട്ട് ഈസ് SPF? സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡൻറ്റ് ഫണ്ടാണ്. ദെൻ നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് FRV? ഫയർ റെൻ്റൽ വാല്യൂ. ദെൻ വാട്ട് ഈസ് NOR? നോട്ട് ഓർഡിനറി റെസിഡൻറ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് 2015 ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി 2016 ചോദിച്ചിട്ടുള്ള ഒബ്ജക്റ്റീവ് ടൈപ്സ് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഒന്നാമത്തത്, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് വർക്ക്സ് അണ്ടർ. ആൻസർ വരുന്നത് എന്താണ്? CBDT ആണ്, ഡി ആണ്, ഓപ്ഷൻ ഡി ആണ്, സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് രണ്ടാമത്തത്, ഡിഡക്ഷൻ അലോഡ് അഗെയിൻസ്റ്റ് ഗ്രോസ് സാലറി. അതിൽ ഏതാണ് കറക്റ്റ് ആൻസർ എന്നുള്ളതാണ്. പ്രൊഫഷണൽ ടാക്സും എൻ്റർടൈൻമെൻറ്റ് ടാക്സും തന്നിട്ടുണ്ട്. ഇൻകം ടാക്സ്, ഇൻഷുറൻസ് പ്രീമിയം. ആൻസർ എ ആണ്, പ്രൊഫഷണൽ ടാക്സ് ആണ്. പക്ഷേ ബി എന്ന് പറയുന്നത് എൻ്റർടൈൻമെൻറ്റ് ടാക്സ് ആണ്, എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ആണ് എക്സംപ്റ്റഡ് വരുന്നത്. അതും ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിലാണ് ഗ്രോസ് സാലറിയിൽ നിന്ന് ഡിഡക്ഷൻ കിട്ടുന്നത്. അപ്പോൾ ഓപ്ഷൻ ഏതാണ് കറക്റ്റ്? എ ആണ്, പ്രൊഫഷണൽ ടാക്സ്. ദെൻ നെക്സ്റ്റ് മൂന്നാമത്തത്, അസസി ഇൻക്ലൂഡ്സ് ഇൻഡിവിജ്വൽ, HUF, കമ്പനി, ഓൾ ഓഫ് ദി എബോവ്. ആൻസർ എന്താണ്? ഡി ആണ്, ഓൾ ഓഫ് ദി എബോവ്. നെക്സ്റ്റ് ഫോർത്ത് വൺ, ഇൻകം ടാക്സ് ഈസ് പേബിൾ ഓൺ ഏൺഡ് ഇൻകം, സാലറി, ടാക്സബിൾ ഇൻകം, എവരി ഇൻകം. ഓക്കെ, ആൻസർ എന്താണ്? സി ആണ്, ടാക്സബിൾ ഇൻകം എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ദെൻ നെക്സ്റ്റ് അഞ്ചാമത്തത്, ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ഈസ് ഡിറൈവ്ഡ് ഫ്രം ഡാഷ് ട്രാൻസ്ഫർ ഓഫ് ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആറാമത്തത്, ഇൻകം ഫ്രം സെയിൽ ഓഫ് ക്രോപ്പ് ഈസ് ഡാഷ് അഗ്രികൾച്ചറൽ ഇൻകം. ദെൻ നെക്സ്റ്റ് സെവൻത് വൺ, വിന്നിംഗ് ഫ്രം ലോട്ടറി ഈസ് ഡാഷ് ഇൻകം അതർ ഇൻകം. ദെൻ നെക്സ്റ്റ് എയ്ത്ത് വൺ, എഡ്യൂക്കേഷൻ സെസ് ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ടാക്സബിൾ എമൗണ്ട്. ദെൻ നെക്സ്റ്റ്, വാട്ട് ഈസ് GTI? ദറ്റ് ഈസ് ഗ്രോസ് ടോട്ടൽ ഇൻകം. Then next, what is PF? Provident Fund. Then what is PAN card? PAN card means permanent account number ആണ്. Then how many heads of incomes are there? 5 heads. Okay, ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് 2016 ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വന്നിട്ടുള്ളത്, പാർട്ട് എയിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ദെൻ 2017 BBA വിദ്യാർത്ഥികൾക്ക് ഇൻകം ടാക്സ് പേപ്പറിൽ പാർട്ട് എയിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഇൻകം ടാക്സ് ഈസ് ഷെയർഡ് എമംഗ് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ബേസ്ഡ് ഓൺ ദി റെക്കമെൻഡേഷൻ ഓഫ്. ആൻസർ വരുന്നത് എന്താണ്? ഓപ്ഷൻ ബി ആണ്, ഫിനാൻസ് കമ്മീഷൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ടെലിഫോൺ പ്രൊവൈഡഡ് ബൈ എൻ എംപ്ലോയർ ടു എൻ എംപ്ലോയി അറ്റ് ഹിസ് റെസിഡൻസ് ഈസ്. ആൻസർ എന്താണ്? നോട്ട് ടാക്സബിൾ എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് തേർഡ് വൺ, ദി ആനുവൽ വാല്യൂ ഓഫ് സെൽഫ് ഓക്യുപ്പൈഡ് ഹൗസ് വിൽ ബി. ആൻസർ സി ആണ്, നിൽ. ഫോർത്ത് വൺ, പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ജ്വല്ലറി യൂസ്ഡ് ഫോർ പേഴ്സണൽ റിക്വയർമെൻറ്റ് ഈസ്. ആൻസർ എന്താണ്? ബി, ടാക്സബിൾ ആസ് ക്യാപിറ്റൽ ഗെയിൻ. അഞ്ചാമത്തത്, ഇൻകം ഫ്രം നോൺ അഗ്രികൾച്ചറൽ ലാൻഡ് ഈസ് അസസിബിൾ അണ്ടർ ദി ഹെഡ്. ഓപ്ഷൻ സി ആണ്, ഇൻകം ഫ്രം അതർ സോഴ്സസ്. ദെൻ സിക്സ് വൺ, ഇൻകം ടാക്സ് റൂൾസ് വാസ് പാസ്ഡ് ഇൻ ദി ഇയർ ഡാഷ് 1962.
Then next 7th one, salary has been defined under section dash of IT Act, section 15 of the Income Tax Act. Next, the charging section of income from house property is dash, section 22. The next 9th one, profit on transfer of capital asset are assessed under the head dash. Answer, capital gain. Next one, gift received by an assessee is taxable under the head dash. ഓക്കെ, ആൻസർ അതർ സോഴ്സസ് എന്നുള്ളതാണ് ആൻസർ വരുന്നത്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് BBA 2017 ഇൻകം ടാക്സ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി 2018, 19, 20 എന്നീ വർഷങ്ങളിൽ പാർട്ട് എയിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ.